നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഡേറ്റ വെച്ചിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഏതാണെന്നുള്ള കാര്യം. സോ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിരിക്കുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും കൂടി ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ എന്താണ് ശരിക്കും ഫ്ലെക്സി ക്യാപ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഇന്ത്യയിൽ കുറേ സ്റ്റോക്സ് ഉണ്ട്, 5000+ ലിസ്റ്റഡ് സ്റ്റോക്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഏറ്റവും വലിയ ലാർജസ്റ്റ് 100 സ്റ്റോക്സിനെ നമ്മൾ വിളിക്കും ലാർജ് ക്യാപ് എന്ന് വിളിക്കും. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിനെ, അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സിനെ നമ്മൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വിളിക്കും. നെക്സ്റ്റ് 150 സ്റ്റോക്സിനെയാണ് മിഡ് ക്യാപ് സ്റ്റോക്സ് എന്ന് വിളിക്കുക. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രിഡോമിനൻ്റ്ലി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിനെയാണ് നമ്മൾ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വിളിക്കുക. ആൻഡ് അതിനും താഴെയുള്ള അടുത്ത 250 കമ്പനീസിനെയാണ് നമ്മൾ സ്മോൾ ക്യാപ് എന്ന് വിളിക്കുക. ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതിൻ്റെ താഴേക്കുള്ള എല്ലാ സ്റ്റോക്സും സ്മോൾ ക്യാപ്പാണ്. പക്ഷേ ഏറ്റവും ചെറിയ കമ്പനീസിലൊന്നും മ്യൂച്വൽ ഫണ്ട്സിന് പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ താഴെയുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിനെയാണ് നമ്മൾ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വിളിക്കുക. ജനറലി നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കാറ്. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ കുറച്ചും കൂടി സേഫ് ആയിരിക്കും മിഡ് ക്യാപ്പിനെയും സ്മോൾ ക്യാപ്പിനെയും കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ റിട്ടേൺസിൻ്റെ സാധ്യതയും കുറച്ചും കൂടി കുറവായിരിക്കും ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. മിഡ് ക്യാപ്പിന് കുറച്ചും കൂടി റിസ്ക് ഉണ്ട്, കുറച്ചും കൂടി റിട്ടേൺസ് പൊതുവെ കിട്ടാറുണ്ട്. സ്മോൾ ക്യാപ്പിന് കുറച്ചും കൂടി റിസ്ക് ഉണ്ട്, കുറച്ചും കൂടി റിട്ടേൺസ് പൊതുവെ കിട്ടാറുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ പൊതുവെ ചിന്തിക്കാറ്. ആ രീതിയിലാണ് നമ്മൾ പൊതുവെ ഇൻവെസ്റ്റും ചെയ്യാറ്. മിക്ക മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പോർട്ട്ഫോളിയോ നോക്കിയാൽ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ടാവും, ചിലപ്പം ഒരു മിഡ് ക്യാപ്പ് ഉണ്ടാവും, ഒരു സ്മോൾ ക്യാപ്പ് ഉണ്ടാവും. അത് ഓരോരോ പ്രൊപ്പോർഷനിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. ആ രീതിയിലാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാറ്. എന്നാൽ ഈ പരിപാടി ലാർജ് ക്യാപ്പിൽ, മിഡ് ക്യാപ്പിൽ, സ്മോൾ ക്യാപ്പിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന പരിപാടി നിങ്ങൾ മാനുവലി ചെയ്യാതെ ഒരൊറ്റ മ്യൂച്വൽ ഫണ്ടിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ടിനെയാണ് നമ്മൾ ഫ്ലെക്സി ക്യാപ് എന്ന് വിളിക്കാം. ഹലോ എവ്രിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെ വേണം ഇൻവെസ്റ്റ് ചെയ്യാം. അവർക്ക് ലാർജ് ക്യാപ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മിഡ് ക്യാപ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി സ്മോൾ ക്യാപ്പ് അവർക്ക് ഭയങ്കര ഓവർ വാല്യൂഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് അവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ മിഡ് ക്യാപ്പ് ഭയങ്കര അണ്ടർ വാല്യൂഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കൂടുതൽ അവർക്ക് മിഡ് ക്യാപ് സ്റ്റോക്സ് വാങ്ങാവുന്നതാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള പേരിൽ തന്നെ ഉണ്ട്. അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട്സിനാണ് നമ്മൾ ഫ്ലെക്സി ക്യാപ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ മ്യൂച്വൽ ഫണ്ടേ മതിയുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ 1-2 മ്യൂച്വൽ ഫണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ് ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ അവിടെ അടുത്ത ചോദ്യം വരുന്നത് അങ്ങനെയാണ് ഏത് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ഏറ്റവും നല്ലത്? അപ്പോൾ നമ്മൾ പാസ്റ്റ് ഇയർ റിട്ടേൺസിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ 1 ഇയറും 3 ഇയറും 5 ഇയറും 10 ഇയറും 11 ഇയറും 12 ഇയറും ഒക്കെ എടുത്തിട്ടുണ്ട്. ചില ഫണ്ട്സിന് 11 ഇയറും 12 ഇയറും ഒന്നും ഇല്ല, എങ്കിലും ലോങ് ടേം ഡേറ്റയുള്ള എല്ലാ ഫണ്ട്സും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഈ ഫണ്ട്സിൻ്റെ ഒക്കെ നിങ്ങൾ റിട്ടേൺസ് നോക്കിയാലും നിഫ്റ്റി 500 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ട്, അതൊരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. പക്ഷേ ഇതൊരു ആക്റ്റീവ്ലി ഒരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്നതല്ല. ഈ ഒരു 500 കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അത് വെച്ചിട്ട് ഫണ്ട് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? അതാണ് നിഫ്റ്റി 500 ഇൻഡെക്സ്. ഒബ്വിയസ്ലി എല്ലാ സ്റ്റോക്കിനും ഒരേ ഈക്വൽ വെയിറ്റേജ് ആയിരിക്കില്ല ഉണ്ടാവുക. ഇതിൽ വരുന്ന ലാർജ് ക്യാപ് സ്റ്റോക്സിന് കുറച്ചും കൂടി വെയിറ്റേജ് കൂടുതലായിരിക്കും, മിഡ് ക്യാപ്പിന് വെയിറ്റേജ് കുറവും, സ്മോൾ ക്യാപ്പിന് വളരെയധികം വെയിറ്റേജ് കുറവായിരിക്കും ഉണ്ടാവും. മിക്ക സമയത്ത് നമ്മൾ നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് ഒരു 60-70% ലാർജ് ക്യാപ്പ് ആയിരിക്കും, ഒരു 20% ഒക്കെ മിഡ് ക്യാപ്പിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ലാസ്റ്റ് വരുന്ന കുറച്ച് ഒരു 10% ഒക്കെ ഉണ്ടാവുള്ളൂ സ്മോൾ ക്യാപ്പിൽ വരാം. എങ്കിലും ഈ നിഫ്റ്റി 500 ഇൻഡെക്സിനെ ഇതിൽ എത്ര പേര് ആക്ച്വലി ബീറ്റ് ചെയ്തിട്ടുണ്ട്? ആൻസർ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കൺസിസ്റ്റൻ്റ്ലി ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഈ ലിസ്റ്റ് നോക്കുകയാണ് 1, 2, 3, 4, 5 ഈ ഫണ്ടുകൾക്ക് മാത്രമേ നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ 10 ഇയറും 5 ഇയറും 11 ഇയറൊക്കെ നോക്കുകയാണെങ്കിൽ ഈ നിഫ്റ്റി 500 തോൽപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നിഫ്റ്റി 500 ഒരു റൂൾ ബേസ്ഡ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. ഈ നിഫ്റ്റി 500 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആക്ച്വലി ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതിൽ തന്നെ ചിലവർ നല്ല കാര്യമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പരാഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ഇയറിലൊക്കെ 17.38% ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി അതിലേക്കാളും കാര്യമായിട്ട് കുറവുള്ള റിട്ടേൺസ് 3% കുറവേ റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാൽ ചില ആൾക്കാർ ഫോർ എക്സാമ്പിൾ ആദിത്യ ബിർല ആയിക്കോട്ടെ 14.77% ആണ്. അത് നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭീകര പെർഫോമൻസും അല്ല. അപ്പോൾ ഭയങ്കര പെർഫോമൻസ് ഇതിൽ 1-2 ആൾക്കാർ തന്നിട്ടുള്ളൂ. അതിൽ നമുക്ക് വേണേൽ പരാഗ് കൂട്ടാം, HDFC കൂട്ടാം, ആൻഡ് ക്വാണ്ടും വേണേൽ കൂട്ടാം. അതല്ലാത്ത ഔട്ട് പെർഫോം ചെയ്ത ആൾക്കാർ പോലും ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഔട്ട് പെർഫോമൻസ് തന്നിട്ടില്ല. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്ലെക്സി ക്യാപ് കാറ്റഗറി നമ്മൾ മൊത്തത്തിലെടുത്താൽ അത് അതിൻ്റെ ബെഞ്ച് മാർക്കായ നിഫ്റ്റി 500 ഇൻഡെക്സിനെ കാര്യമായിട്ടൊന്നും ബീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇവിടെ ആകെയുള്ള ഒരു പ്രശ്നം, നമ്മൾ ലാസ്റ്റ് 10 ഇയേഴ്സ് ലാസ്റ്റ് 11 ഇയേഴ്സാണ് നോക്കുന്നത്.
അപ്പോൾ പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ ആണ് നോക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ മ്യൂച്വൽ ഫണ്ടൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ് റോളിംഗ് റിട്ടേൺ. അപ്പോൾ റോളിംഗ് റിട്ടേൺ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ജൂൺ 24, 2017 ഞാൻ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ നോക്കി. എന്നിട്ട് അടുത്ത 5 വർഷം കഴിയുമ്പം ജൂൺ 24, 2022 വരെയുള്ള ഞാൻ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്തു. മേ ബി ഒരു 15% വരെ വിചാരിക്കാം. അതേപോലെ തൊട്ടടുത്ത ദിവസം ജൂൺ 25, 2017 മുതൽ അടുത്ത 5 വർഷത്തെ റിട്ടേൺസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് മേ ബി ഒരു 15.2% ആയിരിക്കും. ഈ പരിപാടി ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കെന്ത് കിട്ടും? ഒരു 5 ഇയർ റോളിംഗ് റിട്ടേൺ കിട്ടും. അതായത് ഏത് 5 ഇയറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിനാണ് നമ്മൾ റോളിംഗ് റിട്ടേൺ കളിക്കുക. അങ്ങനെ എല്ലാ 5 ഇയർ പീരീഡും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആക്റ്റീവ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സും അതുപോലെ ഈ നിഫ്റ്റി 500 ഇൻഡെക്സും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്ര ഫണ്ട്സിനെ എല്ലാ 5 ഇയറിലും, ഒബ്വിയസ്ലി എല്ലാ 5 ഇയർ പീരീഡിലും ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ മിക്ക 5 ഇയർ പീരീഡിലും ബീറ്റ് ചെയ്യാൻ പറ്റണ്ടേ? അങ്ങനെ എത്ര പേര് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ അതിൻ്റെ ഡേറ്റയാണ് നിങ്ങളിവിടെ കാണുന്നത്. പരാഗ് പാരിക്ക് എല്ലാ 5 ഇയറിലും നിഫ്റ്റി 500 ബീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർലി വിന്നറാണ്. ക്വാണ്ട് ഫ്ലെക്സി ക്യാപ്പും ജെഎം ഫ്ലെക്സി ക്യാപ്പും അത്യാവശ്യം 80% പ്ലസ് ടൈംസിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? 5 ഇയർ റിട്ടേൺ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 ബീറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം, മിക്ക ആൾക്കാരും, ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ഫണ്ട്സും പകുതി സമയം ഈ ഇൻഡെക്സിനേക്കാളും കുറവ് റിട്ടേൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൃത്യം ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ലോങ് ടേം ഹിസ്റ്ററിയിലെ 17 ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ വെറും 7 ഫണ്ട്സിന് മാത്രമേ 50% നിഫ്റ്റി 500 ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 5 ഇയർ പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. 50% എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ശതമാനം എന്നല്ല, ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന പോലെയാണ്. കോയിൻ ഫ്ലിപ്പ് ചെയ്തിട്ട് ഹെഡ്സ് വന്നാൽ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടിയില്ല, ആ പോലെയാണ്. അപ്പോൾ നമുക്ക് ഈ 50% ബാർ ഒന്നുകൂടി കൂട്ടി 70% ആക്കാം. കാരണം 70% ടൈംസും ഈ നിഫ്റ്റി 500 ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഫണ്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 3 എണ്ണം മാത്രമേ നിഫ്റ്റി 500 ബീറ്റ് ചെയ്തുള്ളൂ. അത് 3 എണ്ണം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട്, ഒരു നല്ല ഫ്ലെക്സി ക്യാപ് ഫണ്ട് ആണെന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഒന്ന് മുകളിലേക്ക് കയറ്റിയാൽ തന്നെ 3 എണ്ണം മാത്രമേ അതിൽ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ എന്തായിരിക്കും? നിങ്ങൾ നിഫ്റ്റി 500 പോലത്തെ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ എന്തോ സ്പോൺസർഡ് ആരും ഇൻഡെക്സ് ഫണ്ടിനെ സ്പോൺസർ ചെയ്തുകൊണ്ട് പറയല്ല. ക്ലിയർലി ഡേറ്റ ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പണ്ടാണ് 10 വർഷം മുമ്പാണെങ്കിൽ നിഫ്റ്റി 500 ഇൻഡെക്സ് ഫണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഇൻഡെക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ട്സ് ഇല്ലായിരുന്നു. ഇന്ന് ധാരാളം ഇൻഡെക്സ് ഫണ്ട്സ് ഉണ്ട്. ഇതിൽ ഏത് ഇൻഡെക്സ് ഫണ്ടിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഇൻഡെക്സ് ഫണ്ടിന് എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന ആക്റ്റീവ് ഫണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും. ഇതിൽ കാണുന്ന പലതിനും 0.6%, 1% വരെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. അത്രയും പൈസ നിങ്ങൾ വെറുതെ ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. വെറുതെ അല്ല, റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അത്ര റിട്ടേൺ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി 500 ഇൻഡെക്സ് ഫണ്ട്സിനൊക്കെ പൊതുവേ വളരെ കുറവ് എക്സ്പെൻസ് റേഷ്യോ ആയിരിക്കും. 0.1, 0.2 ആ റേഞ്ചിൽ പെർസെൻറ്റേജിലായിരിക്കും എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല ഡേറ്റ ക്ലിയർലി പറയുന്നത് മിക്ക ഫണ്ട്സും ഈ ഒരു നിഫ്റ്റി 500 ഇൻഡെക്സിനെ തോൽപ്പിക്കില്ല. അപ്പം നിങ്ങൾക്ക് വേണം ചോദിക്കാം, പക്ഷേ ചിലവർ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഈ 3 ഫണ്ട്സും ഒക്കെ, പിന്നെ ഇവരും മോശമില്ലാത്ത രീതിയിൽ തോൽപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അവിടെ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് 10 വർഷം മുൻപ് ആർക്കും അറിയില്ലായിരുന്നു പരാഗ് പാരിക് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, ഇതുപോലത്തെ റിട്ടേൺസ് ഉണ്ടാക്കും എന്നുള്ള കാര്യം ആർക്കും അന്ന് അറിയില്ലായിരുന്നു. ഒബ്വിയസ്ലി 10 വർഷം കഴിഞ്ഞിട്ടല്ലേ, 11 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഇവരൊക്കെയാണ് വിന്നേഴ്സ് എന്നുള്ള കാര്യം. പക്ഷേ അടുത്ത 10 വർഷത്തേക്ക് അല്ലെ അടുത്ത 15 വർഷത്തേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ സമയത്തും ഇവർ തന്നെ ആയിരിക്കും വിന്നർ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എവിഡൻസും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതുപോലത്തെ അടിപൊളി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണോ? ഒരിക്കലുമല്ല. ഞാൻ ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ആക്റ്റീവ് ഫണ്ട്സിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 കാരണങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, ആ ഒരു ഫണ്ടിൻ്റെ ഫിലോസഫി നമ്മൾ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പരാഗ് പാരിക് പോലത്തെ ഫണ്ടാണെങ്കിൽ അവർ വാല്യൂ സ്റ്റോക്സ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഫിലോസഫി അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ പേഴ്സണലി എനിക്ക് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടും അത് ആ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ നിഫ്റ്റിനെക്കാളും 500-നെക്കാളും കുറച്ചുകൂടി റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് ഒരു തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ HDFC ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫണ്ട് മാനേജറിൻ്റെ ഫിലോസഫി സ്റ്റഡി ചെയ്യണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ഗാർപ്പ് എന്ന് പറഞ്ഞൊരു ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത്. ഗ്രോത്ത് അറ്റ് റീസണബിൾ പ്രൈസ്. അതായത് ഭയങ്കര അണ്ടർ വാല്യൂഡ് നോക്കുന്നില്ല, നല്ല ഗ്രോത്ത് ആയിട്ട് നല്ല ഗ്രോത്ത് ചെയ്യുന്ന കമ്പനീസ്, ക്വാളിറ്റിയുള്ള കമ്പനീസ്, റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലെ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഫിലോസഫിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിലോസഫി നിങ്ങൾ ഓൾറെഡി സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവരാണ്, പക്ഷേ എന്നാലും കുറേ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ സമയമില്ല. പക്ഷേ ആ ഒരു നിങ്ങളുടെ ഫിലോസഫി ഫോളോ ചെയ്യുന്ന, അല്ലെ വർക്ക് ചെയ്യുന്ന ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹമാണെങ്കിൽ മേ ബി ഇറ്റ് മേക്ക് സെൻസ് ടു ബൈ എൻ ആക്റ്റീവ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. പക്ഷെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വാങ്ങുന്ന ഫണ്ട്
പാസ്റ്റിൽ ഭയങ്കര ഗംഭീര റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും അതുപോലെ റിട്ടേൺസ് ഉണ്ടാകണ ഒരു നിർബന്ധമില്ല. ഇൻഫാക്ട് വളരെ ഷോർട്ട് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 to 5 ഇയേഴ്സിലൊക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 3 to 5 ഇയേഴ്സ് ഷോർട്ട് ടേം തന്നെയാണ്. ഈ നിങ്ങളുടെ ചൂസ് ചെയ്യുന്ന ഫണ്ട് അണ്ടർ പെർഫോം ചെയ്യാനും ചാൻസ് ഉണ്ട്. നിഫ്റ്റി 500 അതിനേക്കാളും റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് നിഫ്റ്റി 500 പോലത്തെ ഒരു ഇൻഡെക്സ് ഫണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലൊന്നും പെടാത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, എന്താണ് ഈ ഫിലോസഫി, എന്താണ് ഈ പറയുന്നതെന്ന് ഒരു ധാരണയില്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ നിങ്ങൾക്ക് ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി 500 പോലത്തെ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും ഏറ്റവും സിമ്പിൾ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 500 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എല്ലാ കാറ്റഗറി, ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പിലായിക്കോട്ടെ, ഓട്ടോമാറ്റിക്കലി എക്സ്പോഷർ കിട്ടുകയാണ്. മാത്രമല്ല എന്തൊക്കെ സംഭവിച്ചാലും ഒരു അബവ് ആവറേജ് റിട്ടേൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിഫ്റ്റി 500 നിന്ന് കിട്ടും. ഈ അബവ് ആവറേജ് ആക്ച്വലി വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഡേറ്റ നോക്കുകയാണെങ്കിൽ അടുത്ത 10 വർഷം കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിലും അവിടെയും ഈ 4-5 അല്ല 5-6 പേര് നിഫ്റ്റി 500 കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ 5-6 പേര് ഏതാണ് നമുക്കിപ്പോൾ അറിയില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്ന ഫണ്ട് നല്ലൊരു ചാൻസ് ഉണ്ട് അത് ഇതിൽ പെടാൻ വേണ്ടിയിട്ട്. അപ്പം നിഫ്റ്റി 500 എന്തായാലും ഈ ഒരു ലെവലിൽ അടുത്ത 5 വർഷത്തിലായിക്കോട്ടെ 10 വർഷത്തിലേക്കായി വരും. അപ്പോൾ ആ ഒരു റിട്ടേൺ ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 500 പോലത്തെ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫണ്ടിൻ്റെ ഫിലോസഫിയിൽ അത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു ആക്റ്റീവ് ഫണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ പാസ്റ്റിലെ റിട്ടേൺസ് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നു ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഈ പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, കുറച്ച് പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത 10 വർഷത്തിൽ നിഫ്റ്റി 500 ബീറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ആ ഫിലോസഫി, അതായത് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് വാങ്ങുന്ന ഫിലോസഫിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുക, എനിക്ക് കുഴപ്പമില്ല അവർ അണ്ടർ പെർഫോം ചെയ്താലും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റഡ് ആയി നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് വലിയ FDയിൽ കൊണ്ടുപോയി പൈസ ഇടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേമിന് വെൽത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് എന്നും ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു സിനാരിയോ എന്താണെന്നും ഏതൊക്കെയാണ് ഉള്ളതിൽ വെച്ചിട്ട് നമ്മൾ പാസ്റ്റ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഫണ്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫണ്ടുകളുടെ ഒന്ന് റിസ്ക് നോക്കില്ല. എല്ലാ റിട്ടേൺസ് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. റിസ്ക് മെട്രിക്സും കാര്യങ്ങളും, ഷാർപ്പ് റേഷ്യോ, സോർട്ടിംഗ് റേഷ്യോ അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് കുറച്ചുകൂടി സഫിസ്റ്റിക്കേറ്റഡ് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോഴ്സിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ ഇൻഡെക്സ് ഫണ്ട്സിനെ പറ്റി ആയിക്കോട്ടെ, ആക്റ്റീവ് ഫണ്ട്സിനെ പറ്റി ആയിക്കോട്ടെ, ആൻഡ് ഓവറോൾ എങ്ങനെയാണ് വെൽത്ത് ബിൽഡ് ചെയ്യേണ്ടതെന്നായിക്കോട്ടെ, അസറ്റ് അലോക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. കൂപ്പൺ കോഡും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം അതിൽ പറയുന്ന കാര്യങ്ങളും ഉപയോഗിക്കാവുന്നതാണ്, കുറച്ചും കൂടി നിങ്ങളുടെ അനാലിസിസ് ബെറ്റർ ആക്കാൻ വേണ്ടി. സോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏത് ഫ്ലെക്സി ക്യാപ് ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി അതല്ല, നിങ്ങൾ നിഫ്റ്റി 500 ഇൻഡെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസർ എടുക്കരുത്. നിങ്ങളുടെ റിസർച്ചും കൂടെ ചെയ്തിട്ട് വേണം ഒരു ഫണ്ട് ചൂസ് ചെയ്യുകയോ അല്ല ചൂസ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.